जय राधा माधव जय सुंदरी हारी जय गोपी जन वल्लभा जय गिरिधर धारी जय गिरिधर धारी जय गोपी जन वल्लभा जय गिरिधर धारी जय गिरिधर धारी यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यमुनतीरावनचारि जय राधनाधरा जय कुंज बिहारी हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे राम हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय राधा माधव राधा माधव राधे जय गौरानिताय जय गौरानिताय गौरानिताय जय गौरानिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य
നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. ഈ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. First of all, I would like to thank Sri Radha Nil Madhav Satsang Karamana for giving me an opportunity to glorify the Lord and for the purification of myself. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ശ്ലോകം 1-ാം സ്കന്ധം 4-ാം അധ്യായം ശ്ലോകം 17-18. 1-ാം സ്കന്ധം 4-ാം അധ്യായം ശ്ലോകം 17-18. ശ്ലോകം ഏറ്റി പറയാം. ഭൗതികാനാം ച ഭാവാനാം അപ്പുറത്ത് വെഡ്ഡമ്മ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധദാനാനി സ്വത്വാൻ ദുർമേധാൻ പ്രസിദായുഷസാ ദുർഭാഗം ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്ദൗഹിതമോ അമോകദൃക് ഭൗതികാനാം ച ഭാവാനാം ശക്തിഹാസം ച തത്കൃതം അശ്രദ്ധദാനാനി സ്വത്വാൻ ദുർമേധാൻ പ്രസിത ആയുഷഃ ദുർഭഗാംശ ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം അദൗ അമോഘദൃക് ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധദാനാനി സ്വത്വാൻ ദുർമേധാൻ പ്രസിദായുഷഃ ദുർഭഗാംശ ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദൗഹിതമോ അമോഘദൃക്
വിവർത്തനം. കലിയുഗ സ്വാധീനത്താൽ ഭൗതികമായ സർവ്വതിനും നാശം സംഭവിക്കുന്നത് അതീന്ദ്രിയ ദൃഷ്ടിയാൽ ദർശിക്കുവാൻ ജ്ഞാനസമ്പൂർണനായ ഉന്നത ഋഷിവര്യന് സാധ്യമായി. സത്വഗുണ അഭാവത്താൽ നാസ്തികരായ സാമാന്യ ജനങ്ങളെ അല്പായുസുക്കളായും അക്ഷമരായും അദ്ദേഹം ദർശിച്ചു. ആകയാൽ എല്ലാ വർണ്ണാശ്രമധർമ്മത്തിലുള്ള ജനങ്ങളുടെയും ക്ഷേമത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ഭാവാർത്ഥം, ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം. കാലക്രമേണ സർവ ഭൗതിക പദാർത്ഥങ്ങളെയും വിസ്മൃതിയിലേക്ക് തരം താഴ്ത്തപ്പെടത്തക്ക വിധം പ്രബലമാണ് കാലത്തിന്റെ അദൃശ്യ ശക്തികൾ. 4 യുഗചക്രങ്ങളുടെ അവസാനത്തെ യുഗമായ കലിയുഗത്തിൽ കാലത്തിന്റെ സ്വാധീനത്താൽ അഖില ഭൗതിക പദാർത്ഥങ്ങളുടെയും ശക്തി ക്ഷയിക്കുന്നു. കലിയുഗത്തിൽ സാമാന്യ ജനങ്ങളുടെ ആയുസ്സും ഓർമ്മശക്തിയും ആധിക്യമായി ചുരുങ്ങുന്നു. ദ്രവ്യങ്ങളുടെ പ്രവർത്തനവും അത്ര പ്രോത്സാഹജനകമല്ല. ഇതര യുഗങ്ങളിൽ ഇത് ഉൽപ്പാദിപ്പിച്ച അത്രയും തോതിൽ ഭൂമി ഭക്ഷ്യസാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക ഇല്ല. മുമ്പ് പ്രദാനം ചെയ്തിരുന്ന അത്രത്തോളം പയസ് ഗോക്കളം ചുരത്തുകയില്ല. ഫലമൂലാദികളുടെ ഉൽപാദനം പണ്ടത്തേതിനേക്കാൾ വളരെ കുറവായി തീരും. അപ്രകാരം എല്ലാ ജീവസത്തകൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടത്ര പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭിക്കുകയില്ല. നിരവധി ജീവിതാവശ്യ ദൗർലഭ്യം ജീവിത ആയുസ്സിനെ ചുരുക്കുകയും ഓർമ്മയെ ശുഷ്കിക്കുകയും ബുദ്ധിക്ക് ക്ഷയം സംഭവിക്കുകയും പരസ്പര കൈമാറ്റത്തിൽ ആത്മവഞ്ചന സാന്ദ്രമാവുകയും ചെയ്യും. ഇവയൊക്കെ ഉത്തമ യോഗിയായ ശ്രീ വ്യാസദേവൻ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ദൃഷ്ടിയാൽ വീക്ഷിച്ചു. ഒരു ജ്യോത്സ്യന് ഒരാളുടെ ഭാവി വിധി എന്തെന്ന് മുൻകൂട്ടി ദർശിക്കുവാൻ സാധ്യമാകുന്നത് പോലെ ഒരു ജ്യോതിശാസ്ത്രജ്ഞന് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമാകുന്നു. ധർമ്മശാസ്ത്രങ്ങളിൽ നിപുണരായ മുക്താത്മാക്കൾക്ക് സർവമാനവരാശിയുടെയും ഭാവി പ്രവചിക്കാൻ സാധ്യമാകുന്നു. ആത്മീയ പ്രാപ്തിയുടെ സൂക്ഷ്മദൃഷ്ടിയുള്ളതാകയാൽ അവർക്ക് ഇവയൊക്കെ ദർശന സാധ്യമാകുന്നു. ആവണ്ണം സർവ അതീന്ദ്രിയവാദികളും സ്വാഭാവികമായി ഭഗവത് ഭക്തരാകയാൽ അവർ സാമാന്യ ജനങ്ങളുടെ ക്ഷേമ സേവനത്തിനായി സദാ ഉത്സുകരാണ്. സാധാരണക്കാരുടെ യഥാർത്ഥ മിത്രങ്ങളാണ് അവർ. അല്ലാതെ 5 നിമിഷത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാത്ത പൊതുജന സേവകരെന്നറിയപ്പെടുന്ന നേതാക്കളെ പോലെ അല്ല അവർ. ഈ യുഗത്തിൽ സാമാന്യ ജനങ്ങളും സ്വയം നേതാക്കളാണെന്ന് സംബോധന ചെയ്യുന്നവരും നിർഭാഗ്യവന്മാരും ആത്മീയ ജ്ഞാനത്തിൽ വിശ്വാസമില്ലാത്തവരും കലിയുഗ സ്വാധീനത്തിൽ അകപ്പെട്ടവരും ആകുന്നു. നിരവധി രോഗങ്ങളാൽ അവർ സദാ പീഡിതരാണ്. ദൃഷ്ടാന്തമായി വർത്തമാന യുഗത്തിൽ അനേകം ക്ഷയരോഗികളും നിരവധി ക്ഷയരോഗ ആശുപത്രികളും നിലവിലുണ്ട്. എന്നാൽ പണ്ട് അപ്രകാരമായിരുന്നില്ല. കാരണം അന്ന് കാലം ഇത്ര പ്രതികൂലമല്ലായിരുന്നു. കലിയുഗത്തിലെ നിർഭാഗ്യവാന്മാരായ ജനങ്ങൾ ശ്രീല വ്യാസദേവന്റെ പ്രതിനിധികളായ അതീന്ദ്രിയവാദികൾക്കോ എല്ലാ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥകളിലുമുള്ള ഏവർക്കും ഉതകും വിധം എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ സദാ വ്യാപൃതരായിരുന്നവർക്കോ യാതൊരുവിധ അംഗീകാരവും നൽകുന്നില്ല. വ്യാസൻ, നാരദൻ, മധുവൻ, ചൈതന്യൻ, രൂപൻ, സരസ്വതി തുടങ്ങിയവരുടെ ദൗത്യത്തെ പ്രതിനിധീകരിക്കുന്ന അതീന്ദ്രിയവാദികളാണ് ഉത്കൃഷ്ട മനുഷ്യ സ്നേഹികൾ. വ്യക്തിത്വങ്ങൾ വിഭിന്നമായിരിക്കാം, എന്നാൽ പതീതാത്മാക്കളെ ഭഗവത് സന്നിധിയിലേക്ക് ആരോഹണം ചെയ്യിക്കുക എന്ന ലക്ഷ്യം ഏകവും സദൃശ്യവും അഭിന്നവുമാണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. ശ്രീകൃഷ്ണ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു
ശ്ലോകമാണ്. കലിയുഗത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവതം രചിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിന്റെ അവസാനം സ്വധാമത്തിലേക്ക് പോകുമ്പോൾ വ്യാസദേവൻ കലിയുഗത്തിലെ അന്ധകാരത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഭാഗവതം രചിച്ച് നമുക്ക് അവതരിപ്പിച്ചു. ഒന്നാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണേ സ്വധാമ ഉപഗതേ ധർമ്മ ജ്ഞാനാതിഥി സഹ ഫലൗ നഷ്ടദൃശാം ഏഷ പുരാണാർക്കോ അധുനോ ഉദിത. എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോകുമ്പോൾ, എങ്ങനെ പോകുമ്പോൾ? ധർമ്മം, ജ്ഞാനം, വിജ്ഞാനം എന്നിവയെല്ലാം കൂടി സ്വധാമത്തിലേക്ക് പോകുമ്പോൾ, കൃഷ്ണേ സ്വധാമ ഉപഗതേ ധർമ്മജ്ഞാനാദിഭി സഹ ഫലൗ നഷ്ടം ദൃശാമേഷ. കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പുരാണാർക്കോ അതിനോ ഉദിത. ഭാഗവത പുരാണമായ മഹാപുരാണമായ ശ്രീമദ് ഭാഗവതം അത്യുജ്വല തേജസ്സോടുകൂടി ഉദിച്ചുയർന്നു. ശ്രീ വ്യാസദേവൻ കലിയുഗത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം തന്നെ 1-ാം അധ്യായത്തില് 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പ്രായേണ അല്പായുഷസഭ്യ കലൗ അസ്മിൻ യുഗേ ജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ഉപദ്രുത. അപ്പൊ പ്രായം കൊണ്ട് കലിയുഗത്തിലെ ജനങ്ങള് വളരെ കുറച്ചു നാളെ ജീവിക്കുന്നുള്ളൂ. അതേസമയം പണ്ട് സത്യയുഗത്തിലെ ഒരു മനുഷ്യന്റെ ആയുസ് 1,00,000 വർഷമായിരുന്നെങ്കിൽ ത്രേതായുഗത്തില് അത് 10,000 വർഷമായി ചുരുങ്ങി. ദ്വാപര യുഗത്തിൽ 1000 വർഷമായി. കലിയുഗത്തിൽ കഷ്ടിച്ച് ഇപ്പോൾ ഒരാൾ 100 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഭാഗ്യം എന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ ഇത് നേരത്തെ മനസ്സിലാക്കി. അതേ കണക്ക് തന്നെ കലിയുഗത്തിലെ ജനങ്ങളെല്ലാം ലേസി, ദേ ആർ ഓൾ വെരി ലേസി. മന്ദ, സുമന്ദമതേ, അവർക്ക് ഭാഗ്യമില്ല, ദേ ആർ അൺലക്കി. ഏറ്റവും അവസാനത്തെ വാക്ക് എന്തെന്ന് പറഞ്ഞാൽ എബവ് ഓൾ ദേ ആർ ഓൾവേസ് ഉപദ്രുത. ഉപദ്രുത എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾവേസ് ഡിസ്റ്റർബ്ഡ് ഇൻ മൈൻഡ്. അപ്പൊ നമ്മള് ഈ ഭാഗവത പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് വ്യാസഭഗവാൻ രചിച്ച ശ്രീമദ് ഭാഗവതത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം വളരെ കറക്റ്റാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭാഗവതത്തിന്റെ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പുസ്തക രൂപത്തിൽ വന്നാൽ അത് ഭാഗവതം. ഓരോ അക്ഷരവും പ്രതി അക്ഷരേ പ്രതി ശ്ലോകേ, ഓരോന്നും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പ്രഭുപാദിന്റെ പർപ്പസിൽ നോക്കുമ്പോൾ പ്രഭുപാദ് ആദ്യം പറയുന്നത് ടൈം ഫാക്ടറിനെ കുറിച്ചാണ്. കാലക്രമേണ സർവഭൗതിക പദാർത്ഥങ്ങളുടെയും വിസ്മൃതിയിലേക്ക് തരം താഴ്ത്തപ്പെടത്തക്ക വിധം പ്രബലമാണ് കാലത്തിന്റെ അദൃശ്യ ശക്തികൾ. കാലത്തിന്റെ അദൃശ്യ ശക്തികൾ എന്ന് ടൈം ഫാക്ടർ, ടൈം എന്ന് പറയുന്നത് അത് പ്രഭുപാദ് ഈ 1-ാം സ്കന്ധത്തിൽ തന്നെ 13-ാമത്തെ അധ്യായത്തിൽ ഒരു സെന്റൻസ് പർപ്പട്ടിൽ എഴുതിയിട്ടുണ്ട്. Everyone is the servant of eternal time and therefore no one can be king in this material world. King means the person who can order. The celebrated English king wanted to order time and tide, but the time and tide refused to obey his order. അപ്പൊ നമ്മൾക്ക് ഒരു നിമിഷം പോലും നമ്മുടെ ജീവിത ദൈർഘ്യം കൂട്ടാൻ നമുക്ക് പറ്റില്ല. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കാലോസ്മി, കാല അസ്മി, ഐ ആം ദി ടൈം. ഞാൻ സമയമാണ്.
ഞാൻ ഈ 3 ലോകങ്ങളുടെയും അതിന്റെ കാലം കഴിയുമ്പോൾ 3 ലോകവും നശിക്കും. ഐ ആം ദി ഡിസ്ട്രോയർ ഓഫ് 3 വേൾഡ്സ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ ശ്രീല പ്രഭുപാദ് പറയും, 4 യുഗചക്രങ്ങളുടെ അവസാനത്തെ യുഗമായ കലിയുഗത്തിൽ കാലത്തിന്റെ സ്വാധീനത്താൽ അഖില ഭൗതിക പദാർത്ഥങ്ങളുടെയും ശക്തി ക്ഷയിക്കുന്നു. കലിയുഗത്തിൽ സാമാന്യ ജനങ്ങളുടെ ആയുസ്സും ഓർമ്മശക്തിയും ആധിക്യമായി ചുരുങ്ങുന്നു. വളരെ ശരിയാണ്. നമ്മുടെ ശരീരം നേരത്തെ പറഞ്ഞ കണക്ക് 1,00,000 വർഷങ്ങൾക്ക് നിന്ന് സത്യയുഗത്തിൽ 1 വർഷത്തിൽ നിന്ന് കലിയുഗത്തില് കഷ്ടിച്ച് 100 വർഷം വരെയായി. ഇനി മെമ്മറിയോ? മെമ്മറി വളരെ കുറയുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശ്രീമദ് ഭാഗവതം വ്യാസദേവൻ സുഖദേവ് സ്വന്തം മകനായ സുഖദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം ശ്രവിച്ചത് മാത്രമേ ഉള്ളൂ. 18,000 ശ്ലോകങ്ങൾ അദ്ദേഹം ശ്രവിച്ചതേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം കേട്ടതേ ഉള്ളൂ. അപ്പം സുഖദേവ് ഗോസ്വാമിയുടെ മെമ്മറി എത്ര? നമ്മൾ ഭാഗവതത്തിലെ 2 ശ്ലോകം പഠിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. അപ്പൊ നമ്മൾ അത് ആലോചിക്കണം. നമ്മൾ ആ മെമ്മറി എത്രത്തോളം താഴ്ന്നു എന്നുള്ളത്. കലിയുഗത്തിൽ വസിക്കുന്ന നമ്മളുടെ മെമ്മറി, സുഖദേവ് ഗോസ്വാമി 18,000 ശ്ലോകങ്ങളും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വീണ്ടും അടുത്ത ഇതില് പറഞ്ഞു കൊടുക്കുകയുണ്ട്. അപ്പം ഇനി 11ാമത്തെ സ്കന്ധത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു 8 ക്വാളിറ്റീസ് കലിയുഗത്തില് കുറയും എന്നാണ്. ഡേ ബൈ ഡേ. തതശ്ച അനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമ ദയാ കാലേന ബലിന രാജൻ നങ്ഷതി ആയുർ ബലം സ്മൃതി. ഇത്രയും കാര്യങ്ങള് കലിയുഗത്തിൽ ഡേ ബൈ ഡേ കുറയുമെന്ന് 11ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. തതശ്ച എന്നത്, തതശ്ച മീൻസ് ഡേ ബൈ ഡേ. അനുദിനം, ധർമ്മം, സത്യം, ശൗചം ക്ലെൻലിനെസ്, ധർമ്മ സത്യം ശൗചം ക്ഷമ ദയ കാലേന ബലിന രാജൻ നങ്ഷതി ആയുർ ആയുസ് ബലം സ്മൃതി മെമ്മറി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഇന്ന് കലിയുഗത്തിൽ അത് നടക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഭാഗവതത്തിലുള്ള വിശ്വാസം കൂടണം. ഇനി എന്തുകൊണ്ടാണ് വ്യാസദേവൻ നമുക്ക് ഭാഗവതം തന്നത്? വ്യാസദേവന്റെ പരിപക്വമായ അവസ്ഥയിലാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചത്. അതിനു മുമ്പ് പുരാണങ്ങള്, ഉപനിഷത്തുകള്, വേദങ്ങള് ഇതെല്ലാം രചിച്ച് പരിപക്വമായ അവസ്ഥയിലാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം എഴുതുന്നത്. എന്തുകൊണ്ട് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം എഴുതി? നാരദം അവസാനം ഇതെല്ലാം രചിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സ്വന്തം മനസ്സിൽ ഒരു തൃപ്തി ഉണ്ടായില്ല. അതുകൊണ്ട് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിന്റെ പരിപക്വമായ അവസ്ഥയിൽ എഴുതി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കലിയുഗത്തിലെ ജനങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ കാരുണ്യം, അദ്ദേഹത്തിന്റെ ദയ, കമ്പാഷൻ, ഈ ക്വാളിറ്റീസ് ആണ് അദ്ദേഹത്തിനെ കൊണ്ട് ശ്രീമദ് ഭാഗവതം എഴുതിച്ചത്. അതേ കണക്ക് തന്നെ നമുക്കറിയാം വൈഷ്ണവാസ് ആർ പരദുഃഖ ദുഃഖീസ്. മറ്റുള്ളവര് ദുഃഖം കാണുമ്പോൾ നമുക്ക് അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം പ്രഹ്ലാദനെ സഹായിക്കാൻ സ്വന്തം അച്ഛൻ പോലും ഇല്ലായിരുന്നു. സ്വന്തം അച്ഛനായിരുന്നു ഏറ്റവും വലിയ ശത്രു. എന്നിട്ടും പ്രഹ്ലാദൻ, നമ്മളെടുത്തൊക്കെ ആരെങ്കിലും ചോദിക്കാനെങ്കിലും ഉണ്ട്, ഇന്ന് ജപിച്ചോ, എങ്ങനെ സാധന എങ്ങനെ പോകുന്നു എന്നൊക്കെ നമ്മളെടുത്ത് ആരെങ്കിലും ചോദിക്കാനെങ്കിലും ഉണ്ട്. പക്ഷെ പ്രഹ്ലാദനോ ഒറ്റയ്ക്കാണ് പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തി. അത് അച്ഛൻ്റെ കിങ്കരന്മാർ 4 ചുറ്റും ഉള്ളപ്പോൾ തന്നെ ഭഗവാന്റെ കഥകൾ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തു പോയത്. അതേ കണക്ക് തന്നെയാണ് അവിടെയും കമ്പാഷനാണ്. പ്രഹ്ലാദന് തൻ്റെ കൂട്ടുകാരെയും തൻ്റെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം. അതേ കണക്ക് വ്യാസഭഗവാനും കലിയുഗത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടും എന്ന് മനസ്സിലാക്കി
ജനങ്ങൾക്ക് വേണ്ടി, കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശ്രീമദ് ഭാഗവതം രചിച്ചു. ഇനി നമുക്ക് സ്വാമിജി പ്രഭുപാദ്, നമ്മുടെ ഇസ്കോണിന്റെ സ്ഥാപകാചാര്യൻ, പരമപൂജ്യനായ പ്രഭുപാദ് സ്വാമികൾ, അദ്ദേഹം ഈ വ്യാസദേവൻ എഴുതിയ 18,000 ശ്ലോകങ്ങൾക്കും ഭക്തിവേദാന്ത പർപ്പേഴ്സ് എഴുതി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് കമ്പാഷൻ. ഈ പർപ്പേഴ്സ് അദ്ദേഹം വെസ്റ്റേൺ കൺട്രീസിൽ പോയി പ്രചരിപ്പിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ ജനങ്ങൾ ഹൈലി മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിൻ്റെ അടുത്ത് ആജ്ഞാപിച്ചു, വെസ്റ്റേൺ കൺട്രീസിൽ പോയി കൃഷ്ണന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണമെന്ന്. അത് കേട്ട് അദ്ദേഹം വെസ്റ്റേൺ കൺട്രീസിൽ പോയി ശ്രീമദ് ഭാഗവതം പ്രചരിപ്പിച്ചു. അത് എത്രാമത്തെ വയസ്സിലാണ്? 77-ാമത്തെ വയസ്സ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ഒരു കാര്യം ഇതിൽ പറയുന്നത്, ദ്രവ്യങ്ങളുടെ പ്രവർത്തനവും അത്ര അല്ല. ഇതര യുഗങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച അത്രയും തോതിൽ ഭൂമി ഭക്ഷ്യസാധനങ്ങളെ ഉൽപ്പാദിക്കുകയില്ല. മുമ്പ് പ്രദാനം ചെയ്തിരുന്ന അത്രത്തോളം പയസ് ഗോക്കളും ചുരത്തിയില്ല. ഇവയൊക്കെ ഉത്തമ യോഗിയായ ശ്രീ വ്യാസദേവൻ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ദൃഷ്ടിയാൽ വീക്ഷിച്ചു. ഒരു ജ്യോത്സ്യന് ഒരാളുടെ ഭാവി വിധി എന്തെന്ന് മുൻകൂട്ടി ദർശിക്കാൻ സാധ്യമാകുന്നത് പോലെ ഒരു ജ്യോതിശാസ്ത്രജ്ഞന് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമാകുന്നു. ധർമ്മശാസ്ത്രങ്ങളിൽ നിപുണനായ മുക്ത ആത്മാക്കൾക്ക് സർവമാനവരാശിയുടെയും ഭാവി പ്രവചിക്കാൻ സാധ്യമാകുന്നു. അപ്പോ ഇവിടെ നമ്മുടെ സ്വാമിജി പ്രഭുപാദ് വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പോയി ശ്രീമദ് ഭാഗവതം അവിടെ പ്രചരിപ്പിച്ചത്. അവണ്ണം സർവ അതീന്ദ്രിയവാദികളും സ്വാഭാവികമായി ഭഗവത് ഭക്തരാകയാൽ അവർ സാമാന്യ ജനങ്ങളുടെ ക്ഷേമത്തിനായി സദാ ഉത്സുകരാണ്. സാധാരണക്കാരുടെ യഥാർത്ഥ മിത്രങ്ങളാണ് അവർ. അല്ലാതെ 5 നിമിഷത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാത്ത പൊതുജന സേവകരെന്നറിയപ്പെടുന്ന നേതാക്കളെ പോലെ അല്ല അവർ. നമ്മുടെ ഇപ്പോഴത്തെ നേതാക്കൾ നമ്മളെ എങ്ങനെ ചൂഷണം ചെയ്യാം, നമ്മളിൽ നിന്ന് എന്ത് അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നേതാക്കൾ നോക്കുന്നത്. പക്ഷേ പണ്ടുണ്ടായിരുന്ന നമ്മുടെ ആചാര്യന്മാര്, അവര് ആക്ച്വലി വ്യാസദേവൻ നമ്മളെ കണ്ടിട്ടില്ല. സ്വാമിജി പ്രഭുപാദ് വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാരെ കണ്ടിട്ടില്ല. ആ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കാണ് അവർക്ക് കമ്പാഷൻ, ദയ. അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തത്. അപ്പൊ എത്രത്തോളം അവര് ഇപ്പോഴത്തെ തലമുറയുടെ ലീഡേഴ്സും പണ്ടുണ്ടായിരുന്ന ലീഡേഴ്സും തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ട് എന്ന് നമുക്ക് വളരെ ശ്രദ്ധയോടെ നിന്ന് കുറച്ചു നേരം ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ നേതാക്കൾ നമ്മളെ നേരിട്ട് കണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. പണ്ടത്തെ നമ്മുടെ ആചാര്യന്മാര് അവര് കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ പോലും എങ്ങനെ അവരെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് ചിന്തിക്കും. അതൊരു വലിയ കാര്യമാണ്, ശരിയല്ലേ? അടുത്തതായി ഒരു ചെറിയ കഥ. ഭഗവാന്റെ അടുത്ത് ഒരിക്കലും ഈ യുധിഷ്ഠിരൻ ആ സമയത്തില്ലായിരുന്നു. പാണ്ഡവർ ചോദിച്ചു, എന്താണ് ഭഗവാനെ ഈ കലിയുഗം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ ഒരു ചെറിയ മന്ദസ്മിതത്തോടുകൂടി അമ്പും വില്ലും എടുത്ത് 4 ദിക്കിലേക്കും 4 അമ്പയച്ചു. അമ്പയച്ചിട്ട് യുധിഷ്ഠിരനില്ലായിരുന്നു. അർജുനന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡയറക്ഷനിൽ പോയ ആ അമ്പ് നീ എടുക്കണം. ഭീമന്റെ അടുത്ത് പറഞ്ഞ് അടുത്ത ഡയറക്ഷനിൽ എടുക്കണം. നകുലന്റെ അടുത്തും സഹദേവന്റെ അടുത്തും ഇങ്ങനെ 4 പേരെടുത്തും ആ ഡയറക്ഷനിൽ പോയി, ഓരോ ഡയറക്ഷനിൽ പോയി ആ അമ്പെടുത്ത് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ആദ്യം അർജുനൻ പോയി ചെന്ന് നോക്കിയപ്പോൾ ഒരു അമ്പ് കിടക്കുന്നത് കണ്ട് അത് എടുക്കാൻ പോകുമ്പോൾ വളരെ മധുരമായ ഒരു സംഗീതം, ഒരു പക്ഷിയുടെ സംഗീതമായിരുന്നു. അങ്ങനെ അർജുനൻ തിരിഞ്ഞു നോക്കിയപ്പോൾ
ആ പക്ഷിയുടെ വായില് ഒരു ജീവനുള്ള മുയൽക്കുഞ്ഞ് ഉണ്ടായിരുന്നു. അപ്പൊ അർജുനൻ ഇത് കണ്ട് വളരെ ബുദ്ധിമുട്ടും, അത് മനസ്സിന് വിഷമം തോന്നി. അമ്പ് എടുത്ത് ഭഗവാന്റെ അടുത്തു. അടുത്തതായി ഭീമൻ. ഭീമന്റെ അമ്പെടുക്കുന്ന സ്ഥലത്ത് ഭീമൻ നോക്കിയപ്പോൾ 5 കിണറുകൾ, 4 കിണറുകൾ ചുറ്റും, നടുക്ക് വേറൊരു. ഈ 4 കിണറിലും വെള്ളം ഓവർഫ്ലോ ചെയ്യും. പക്ഷേ ഈ നടുക്കത്തെ കിണറിൽ ഒരു തുള്ളി വെള്ളം പോലും. അപ്പം ഭീമനും വിഷമിച്ചു. ആ അമ്പെടുത്ത് തിരിച്ച് ഭഗവാന്റെ അടുത്ത്. അടുത്തതായി നകുലൻ. നകുലൻ അമ്പെടുക്കാൻ ചെന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ ഒരു ഗർഭിണിയായ പശു അപ്പോഴേ പ്രസവിച്ച ഉടൻ തന്നെ ഈ അമ്മ പശുക്കൾക്ക് ഒരു 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 കഴിവെന്ന് പറഞ്ഞാല് കുട്ടിയെ നക്കി തുടച്ച് വൃത്തിയാക്കും. ആ അഴുക്കെല്ലാം നക്കി തുടച്ച് വൃത്തിയാക്കും. കുട്ടി വൃത്തിയായതിനു ശേഷവും ഈ അമ്മ പശു കുട്ടിയെ നക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി പശുവിന്റെ തൊലിയൊക്കെ കീറാൻ തുടങ്ങി, അമ്മ നക്കി. ഇത് കണ്ട് നകുലനും വിഷമമായി. നകുലനും അമ്പെടുത്ത് തിരിച്ചു വന്നു. അടുത്ത സഹദേവൻ പോയത് ഒരു പർവ്വതത്തിന്റെ അടുത്തായിരുന്നു. അപ്പൊ വലിയൊരു പാറ താഴോട്ട് ഉരുണ്ടുരുണ്ട് വരുന്നു. ആ ഉരുണ്ടുവരുന്ന പാറ മറ്റു പാറകളുടെ മേൽ വീണ്, അതിനുശേഷം വലിയ മരങ്ങളിൽ വീണ്, എന്നിട്ടും നിൽക്കാതെ താഴെ വന്ന് ഒരു കൊച്ചു ചെടിയുടെ അടുത്ത് വന്ന് നിന്നു. അപ്പം സഹദേവൻ ഇത് കണ്ട് അമ്പെടുത്ത് ഭഗവാന്റെ അടുത്ത് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് ഓരോരുത്തരും പറഞ്ഞു, ഞാൻ ഇന്നതാണ് കണ്ടത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടതാണ് കലിയുഗം. അതായത് കലിയുഗത്തിലെ ജനങ്ങള് വളരെ മധുരമായിട്ട് സംസാരിക്കും. ആ പക്ഷി വളരെ മധുരമായിട്ട് സംസാരിച്ചു. പക്ഷെ അതെന്താണ്? ആ റാബിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. അതേ കണക്ക് വളരെ മധുരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാര് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട പാഠം. രണ്ടാമത്തെ പാഠം ഭീമൻ ചെന്ന് നോക്കിയപ്പോൾ 4 കിണറുകളും ഓവർഫ്ലോ ചെയ്യുന്നു, നടുക്കത്തെ കിണർ മാത്രം ഒരു തുള്ളി വെള്ളമില്ല. ഈ കലിയുഗത്തിലെ ജനങ്ങള് ആൾക്കാർക്ക് പൈസ കൂടുതലുണ്ടെങ്കിലും, പൈസ കൊണ്ട് ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിലും, അവര് പൈസ ഇല്ലാത്തവരെ ഒരു പൈസ പോലും കൊടുത്ത് സഹായിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ, ഈ അമ്മ പശു കുട്ടി പശുവിനെ നക്കി ക്ലീൻ ചെയ്ത് അവസാനം കുട്ടി പശുവിനെ ബാക്കിൽ ഇഞ്ചുകൾ ചെയ്യും. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അമ്മമാര് കലിയുഗത്തില് നമ്മുടെ കുട്ടികളെ അമിതമായിട്ട് സ്നേഹിച്ച് വഷളാക്കും. എന്നിട്ട് കുട്ടികൾ വഴിതെറ്റുമ്പോൾ പറയും നമ്മുടെ കുഴപ്പമല്ല. അതാണ് ഈ മൂന്നാമത്തെ പാഠത്തിൻ്റെ. നാലാമത്തെ, സഹദേവൻ ആ വലിയ പാറക്കല്ല് വന്ന് വീണു വന്ന് താഴെ ഈ ഒരു കുഞ്ഞ് ഇലയുടെ അടുത്ത്, ഒരു ചെടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അത് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ പല കാര്യങ്ങൾ കൊണ്ട് ഫോൾ ഡൗൺ ആവാം. പക്ഷേ ഗോഡ് കോൺഷ്യസ് ആയിരുന്നു കഴിഞ്ഞാൽ ഈ ചെറിയ ആ സസ്യത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നവർക്ക് നമ്മൾ ദൈവം അവിടെ പിടിച്ചു നിർത്തും, എത്ര കൊള്ളരുതാത്തവന്. ഇതാണ് ഭഗവാൻ കലിയുഗത്തെ കുറിച്ച്. ഇത് മഹാഭാരതത്തിലുള്ളൊരു കഥയാണ്. ഇനി കലിയുഗത്തില് നമ്മൾ ഇതെല്ലാം പറഞ്ഞു, ഒരുപാട് ദോഷങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ആക്ച്വലി കലിയുഗം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്തുകൊണ്ടാണ്? ജപിച്ചാൽ മാത്രം. അത് ശ്രീമദ് ഭാഗവതത്തിലൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കലയൽ ദോഷം നിതേ രാജൻ അസ്ഥിക്ക് ഏകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘം പരം പ്രചരി. എത്രയൊക്കെ ഫോൾട്ടുകൾ ഉണ്ടെങ്കിലും കലയൽ ദോഷം നിതേ രാജൻ അസ്ഥിക്ക് ഏകോ മഹാൻ ഗുണം, ഒരു മഹാഗുണവുമുണ്ട്. എന്താണ് ആ മഹാഗുണം? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘം പരം പ്രചരി. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്ന് മോചിതനാകാൻ പറ്റും. അതുതന്നെയാണ് വേറൊരു ശ്ലോകത്തിൽ പറയുന്നത്, ത്രേതായ ധ്യായതേ വിഷ്ണു
ത്രേതായാം യജതോ മഹൽ ദ്വാപരേ പരിചര്യായാം ഹലോ തത്ഹരി കീർത്തനം. സത്യയുഗത്തില് ധ്യാനമായിരുന്നു, ത്രേതായുഗത്തില് യജ്ഞങ്ങള്, ദ്വാപരയുഗത്തില് ടെമ്പിൾ വർഷിപ്പ്, കലിയുഗത്തില് ഹരിയുടെ കീർത്തനം. ഈ കലിസന്ധാരണ ഉപനിഷത്തില് പറയുന്നുണ്ട്, ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തി ഏവനാസ്തി ഏവനാസ്തി കൃതിത. ഏത് കാര്യം 3 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്വാമി പ്രഭുപാദ് ഇത് പല ലെക്ചേഴ്സിലും പറയുന്നുണ്ട്. ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തി ഏവനാസ്തി കൃതിത. വേറെ മറ്റൊരു മാർഗവുമില്ല, ഒരു മാർഗം. ഹരിയുടെ നാമം മാത്രം ചിന്തിക്കുക, നമുക്ക് കലിയുടെ നിന്ന് മോചിതനാകും. ഇനി ശ്രീമദ് ഭാഗവതം എടുത്തു നോക്കി തന്നെ കഴിഞ്ഞാൽ 18,000 ശ്ലോകങ്ങളുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അതിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകവും നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിഹരം. അപ്പൊ ഇതെല്ലാം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് കലിയുഗത്തിലെ മറ്റൊന്നും ചെയ്യണ്ട, ഹരിയുടെ നാമം മാത്രം, ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഇതി ഷോഡശകം നാമം കലികൽമഷനാശനം നാദപരതരോ സർവവേദേഷു ദൃശ്യത്തെ. എല്ലാ വേദങ്ങളിലും പറയുന്നുണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലിയുഗത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. നമ്മുടെ ഭഗവാൻ ആദ്യം ഭഗവത്ഗീതയിൽ എന്തോ സതതം കീർത്തയന്തോ എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു എന്ത് പറഞ്ഞു? കീർത്തനീയ സദാഹരി എന്ന്. അതേ കണക്ക് തന്നെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നാമകാരി ബഹുജാനിജ സർവശക്തി. ഭഗവാന്റെ എന്തെല്ലാം ശക്തികളുണ്ടോ ആ ശക്തികളെല്ലാം ഭഗവാന്റെ നാമത്തിലുണ്ട്. നാമകാരി ബഹുജ നിജ സർവശക്തി. ഹാർഡിനി ശക്തി, ഇന്റേണൽ പൊട്ടൻസി, എക്സ്റ്റേണൽ പൊട്ടൻസി, എല്ലാം ഭഗവാന്റെ ഈ നാമത്തിലുണ്ട്. ഇനി സ്വാമിജി പ്രഭുപാദൻ നമ്മളെടുത്ത് എന്ത് പറഞ്ഞു? ചാൻഡ് ആൻഡ് ബി. നമ്മള് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, കലിയുഗത്തില് ഒരുപാട് ഫോൾസ് ഉണ്ടെങ്കിലും നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് പെർഫെക്ഷൻ ചെയ്യാൻ. സത്യയുഗത്തിൽ 1,00,000 വർഷമായിരുന്നു ജീവിതത്തിൽ, കലിയുഗത്തില് 100 വർഷവും. ഇനി കുറച്ചും കലിയുഗത്തില് 4,32,000 വർഷം ഉണ്ടായതിൽ 5,000 വർഷം മാത്രമേ നമ്മൾ ജീവിക്കൂ. അപ്പം നമുക്ക് ഷോർട്ട് ലൈഫാണ്. അപ്പൊ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യണം എന്നാണ് സ്വാമിജി പ്രഭുപാദ് നമ്മളെ. ഹരേ കൃഷ്ണ. സംശയങ്ങളുണ്ട്? 8 ഗുണങ്ങള് തദശ്ച അനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമ ദയ കാലേന ബലിനാരാജൻ നങ്ഷതി ആയുർ ബലം സ്മൃതി. ഈ 8 ഗുണങ്ങളാണ്. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. എനിക്ക് ഒരു കാര്യം, എനിക്ക് ബ്രേക്ക് വന്നോണ്ട് മനസ്സിലായില്ല. ആ കിളിയുടെ വായിൽ എന്തായിരുന്നു പ്രഭു ഇരുന്നിരുന്നത്? കിളിയുടെ വായില് ഒരു കുഞ്ഞ് റാബിറ്റ് ആയി. ഹരേ കൃഷ്ണ. ഇടയ്ക്ക് ബ്രേക്ക്. മരണമായിട്ട് മുയൽക്കുട്ടി മല്ലടിക്കുകയായി. പക്ഷെ അതേ സമയം തന്നെ കിളി നല്ല രീതിയില് സംഗീതം പാടുന്നു. ഹരേ കൃഷ്ണ പ്രഭു. അതുപോലെ എനിക്കൊന്നും മനസ്സിലായില്ല. വലിയ പാറ ചെറിയ പാറയിൽ വീണ് അവസാനം ചെറിയ ചെടിയുടെ അടുത്ത് വന്ന് തങ്ങി നിൽക്കുന്നുണ്ട്. വലിയ പാറ ഉരുണ്ടുരുണ്ട് വന്നിട്ട്
വലിയ മരങ്ങളെയും വലിയ പാറക്കഷ്ണങ്ങളെയും എല്ലാം പൊടിച്ചു വന്നിട്ട് അവസാനം ഒരു കുഞ്ഞു തൈ, ഒരു വൃക്ഷത്തിന്റെ, ഒരു ചെറിയ സസ്യത്തിന്റെ അടുത്ത് വന്ന് നിന്നു. അത് ഭഗവാന്റെ പവർ ആണെന്ന് പറയുന്നു. അപ്പൊ നമ്മള് കലിയുഗത്തില് ഇങ്ങനെ ബാഡ് ക്യാരക്ടേഴ്സ് വെച്ച് ഇങ്ങനെ പല പ്രാവശ്യം വീഴും. എന്നിട്ടും അവസാനം ഭഗവാന്റെ ഒരു പവർ കൊണ്ട് നമ്മളെ തിരിച്ചു നിർത്തും എന്നാണ് പറയുന്നത്. ഭഗവത് ഭക്തരാണെങ്കിൽ അതാണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രഭു. എനിക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം പ്രഭുവിന്റെ അടുത്ത്. ആസ് എ പ്രൊഫഷൻ പ്രഭു ഒരു ഡോക്ടറാണ്. അപ്പോ പ്രഭുവിന് എങ്ങനെയാണ് ഈ കൃഷ്ണാവബോധം പ്രഭു സ്വന്തം ജീവിതത്തിൽ പകർത്താനും പ്രഭുവിന് എവിടെ നിന്നാണ് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്? അത് നോർമലി ഒരു ബിസി ഷെഡ്യൂളുള്ള ആൾക്കാർ കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രഭു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഹരേ കൃഷ്ണ. ആക്ച്വലി ഞാൻ ശരിയാണ്, സമയം തീരെ കുറവാണ്. പക്ഷേ ഞാൻ ഇതിന് കുറച്ച് സമയം കണ്ടു. നേരത്തെയും ഞാൻ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് കൃഷ്ണാവബോധം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ സമയത്ത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം വളരെ കൂടുതലാണ്. ഇപ്പോൾ വളരെ പറഞ്ഞത് വളരെ ബിസി ഷെഡ്യൂളാണ്. എന്നിരുന്നാലും ശ്രീമദ് ഭാഗവതം എന്താണ് പറയുന്നത്? നമ്മൾ സ്വധർമ്മം ചെയ്യണം. അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ഓൾ യൂസ്ലെസ് ലേബർ എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകത്തിൽ പറയുന്നു. ആ ശ്ലോകം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മറന്നുപോയി. ഓർമ്മയുണ്ടോ? ശ്രമയേവഹി കേവലം എന്നാണ് ആ ശ്ലോകം അവസാനിക്കുന്നത്. അപ്പം നമ്മള് ഈ നമ്മുടെ പ്രൊഫഷൻ ചെയ്യുന്ന സമയത്ത്, ഞാനൊരു സർജനാണ്. ഏത് പേഷ്യന്റിനെ കത്തിരിക്കുന്നതിന് മുമ്പ് ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും. അപ്പൊ ഭഗവാൻ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ടെന്നല്ല, ഒരുപാട് അനുഭവം. അപ്പൊ ഓരോ അനുഭവം നമുക്ക് തരുമ്പോഴും നമ്മൾ ഭഗവാന്റെ അടുത്ത് കൂടുതലായിട്ട്. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു ഇന്നലെ നടന്ന ഒരു കാര്യം. ഞാനിപ്പോ കൺസൾട്ടേഷൻ പോയിരിക്കുന്ന സമയത്ത് ഈ ലെക്ചേഴ്സ് ഒക്കെ കേട്ടോണ്ടിരുന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിന് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒരു നമുക്ക് ചെറിയ ചിറ്റ് പേപ്പറുകൾ കിട്ടുമല്ലോ, അതിൽ ഇങ്ങനെ എഴുതി എൻ്റെ പേഴ്സിൽ ഞാൻ ഇറങ്ങി പോകുമ്പോൾ അതെല്ലാം കൂടെ എടുത്ത് പേഴ്സിൽ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എൻ്റെ പേഴ്സ് എന്താ എഴുതി വെച്ച പോയിന്റ്സ് പേഴ്സ് കാണുന്നു. നാളെ എങ്ങനെ ഭാഗമെന്ന് പറയും എന്നൊക്കെ എല്ലാം വെച്ച പോയിന്റ്സ് എല്ലാം കാണും എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് തറയിൽ നോക്കിയപ്പോ അതിന് മുമ്പ് ഞാൻ അവിടെ എല്ലാം നോക്കിയതാണ്. ഇങ്ങനെ വിചാരിച്ചിട്ട് തറയിൽ നോക്കിയത് പേഴ്സ് അല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ എക്സ്പീരിയൻസുകൾ നമ്മൾക്ക് ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഭഗവാനുള്ള ഫെയ്ത്ത് വളരെയധികം. പ്രഭുവിനെ വിളിക്കുന്നുള്ളൂ, ഡോക്ടറിനെ വിളിക്കുന്നില്ലേ? എവിടെയാണ് പ്രഭു വർക്ക് ചെയ്യുന്നത്? ഞാൻ ജനറൽ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിലെ സർജനാണ്. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ സർജനാണ്. ഓ, താങ്ക് യു. എപ്പോഴെങ്കിലും അവിടെ വന്നാൽ കാണാമല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാം. പതിതവാൻ ദാസ്. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, നേരത്തെ പ്രഭു പറഞ്ഞ ശ്ലോകം ധർമ്മ സ്വനിഷ്ഠിത പുംസാം ഭിക്ഷസേന കേവലം. യെസ്, 1:2:8. ഞാൻ വേറെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ മാതാജി നമ്മുടെ ഇസ്കോണിലല്ല അല്ലാതെ പോയിട്ട് വളരെ വികാരമായിട്ട് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നടന്നാല് ഡോക്ടറിന് ജോലി ചെയ്യാൻ പറ്റും, നമ്മുടെ ജോലി സേവനമല്ല. അപ്പൊ അന്ന് എനിക്ക് ഈ ശ്ലോകം ഓർമ്മ
ധർമ്മസ്വാനുഷ്ഠിതാം വിശ്വക്സേന ദാസുവാ ഉത്പാദയെ യതിരതി. Yetirethi means attraction to the Supreme Personality. Elements are all useless. Thank you, Prabhu. താങ്ക് യു ഹരേ പ്രഭു. കൃഷ്ണ. Hare Krishna. ഹരേ കൃഷ്ണ. Hare Krishna. Jai Srila Prabhupada. പ്രഭു ആ പ്രൊഫഷണൽ ഡോക്ടറായിട്ട് പോലും പ്രഭു മായയുടെ കെണിയിൽ വീണില്ല. ഞാനൊരു ഒരു ശ്ലോകം ചൊല്ലാം. അതായത് മൂന്തമാല സ്തോത്രത്തിലെ കുലശേഖര രാജാവ് പറയുന്ന ഒരു ശ്ലോകം. മദന പരിഹര സ്ഥിതിം മദീഹേ മനസ്സി മുകുന്ദ പദാരവിന്ദദാം നീ ഹരനയന കൃശാനൂന കൃശോസി സ്മരസിന ചക്രപരാക്രമം മുരാരേ. അതായത് ഹേ മദന മുകുന്ദ പദാംബുജങ്ങളുടെ സ്ഥാനമായ എന്റെ മനസ്സിലെ വാസം ഉപേക്ഷിക്കൂ. അങ്ങ് പണ്ട് പരമശിവന്റെ തൃക്കണ്ണിലെ എരിതീയിൽ ചാമ്പലായി പോയതാണല്ലോ. എന്നിട്ടും മുരാരിയുടെ ചക്രായുധത്തിന്റെ പരാക്രമം മറന്നുപോയോ? അതായത് ഒരു ഭക്തന് അനായാസം കാമദേവനെ വെല്ലുവിളിക്കാൻ കഴിയും. കാരണം അവൻ എല്ലായ്പ്പോഴും കൃഷ്ണനെ ധ്യാനിക്കുന്നവനാണ്. ആ ധ്യാനം കാമദേവന്റെ സ്വാധീനത്തെ നശിപ്പിക്കുന്നു. അതുപോലെയാണ് ഇത് ആത്മീയവാദികളടക്കം എല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന കാമദേവനോടുള്ള ഒരു വെല്ലുവിളിയായാണ് കുലശേഖര മഹാരാജാവ് പറയുന്നത്. അതായത് നമ്മുടെ മായയെ കീഴ്പ്പെടുത്തിയ ഏത് പ്രൊഫഷനിൽ ഏത് പോസ്റ്റിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും നമുക്ക് ഭഗവാനെ ഓർക്കാൻ കഴിയും. ഹരി ബോൾ. ഹരേ കൃഷ്ണ. തന്നെയാണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. കൃഷ്ണ സൂര്യസമ മായ അന്ധകാരം. അതായത് നമ്മള് ഭഗവാൻ ധ്യാനിക്കുന്നവരാണെങ്കിൽ മായയ്ക്ക് അടുക്കാൻ പ്രശ്നം. പക്ഷെ എന്നിരുന്നാലും മായ ഈസ് സോ പവർഫുൾ. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. കലിയുഗത്തിലെ മായ ഈസ് സോ പവർഫുൾ. പ്രത്യേകിച്ച് നമ്മള് ഈ എപ്പോഴും ഡിവോട്ടീസിന്റെ അസോസിയേഷൻ അല്ലല്ലോ, ഒരുപാട് സാധാരണ ജനങ്ങളുമായിട്ടാണ്. മായ ഈസ് സോ പവർഫുൾ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്കൾ പ്രണാം. എന്റെ പ്രണാമം. കഥാമൃത പ്രഭുവാണ്. സ്വാഗതം ഹരേ പ്രഭുജി. കൃഷ്ണ. വളരെ നന്ദി. പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കാൻ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, ഞാൻ പ്രഭുവിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തോട്ടെ. നമ്മുടെ ഇന്ന് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട പ്രഭു ശരിക്കും നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു സർജനാണ്. ഒരു സർജനാണ്. എത്രത്തോളം പ്രൊഫഷണലി അദ്ദേഹം സ്ട്രോങ് ആണോ അതുപോലെ വിനയം കൊണ്ടും ഭക്തി കൊണ്ടും ഭാഗവതത്തിലും ഒക്കെ വളരെ സ്ട്രോങ് ആണ് പ്രഭുജി. പ്രഭുവിന്റെ ഏറ്റവും നല്ലൊരു ശീലം നല്ല സൂപ്പർ റീഡറാണ്. ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വളരെ നല്ലൊരു പുസ്തക പ്രേമിയും വായനാശീലവുമുള്ള ഒരു അധ്യായം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രഭു. പ്രഭു വളരെ ഹമ്പിളും സിമ്പിളുമാണ്. എന്നാൽ ഒരുപാട് സമയം വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. വലിയൊരു ബുക്ക് കളക്ഷൻ ഉണ്ട്. എവിടെയൊക്കെ പുസ്തകങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രഭു ഓടിയെത്താറുണ്ട്. എവിടെയൊക്കെ നല്ല നല്ല പുസ്തകങ്ങളുണ്ടോ ആ പുസ്തകങ്ങളിലെ റയർ പുസ്തകങ്ങളെല്ലാം പ്രഭുവിന്റെ കൈവശമുണ്ട്. പ്രഭുവിനെ ആ പുസ്തകത്തിന്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ പ്രത്യേകം പ്രഭു നന്നായി ജപിക്കുവാനും നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ സംഘം ചെയ്യുവാനും നല്ല രീതിയിൽ ക്ലാസ് എടുക്കുവാനും പ്രഭു ഇടയിൽ സമയം കണ്ടെത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ഭാഗവതത്തിന് വേണ്ടി ക്ലാസ് തന്ന പ്രഭുവിനോട് ഹൃദയപൂർവ്വം നന്ദി പറയും. താങ്ക് യു പ്രഭുജി. ദണ്ഡവത്. പ്രഭു ആ ഹോസ്പിറ്റൽ പേരെന്താണ്? പ്രഭുജി ഞാന് ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. നെയ്മ് എന്താണ് അവിടുത്തെ ഡോക്ടർ? ഞാൻ കൺസൾട്ടന്റും സർജൻ. അതെ, പേര് പറഞ്ഞില്ല അവിടെ. എന്റെ പേര് കാർമിക് നെയിം ഹരി. ഹരി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഞാനേ
പ്രഭു പറഞ്ഞ ആ കഥയിൽ നിന്ന് ഒരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. പറഞ്ഞോളൂ പ്രഭു, തീർച്ചയായും. താങ്ക് യു പ്രഭു. പ്രഭു ഇന്ന് മഹാഭാരതത്തിലെ ഒരു ഗംഭീരമായ ഒരു കഥയാണ് നമ്മുടെ കലിയുഗത്തിന്റെ വർണ്ണനയുടെ ഭാഗമായി ആൾക്കാരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നാല് നല്ല പോയിന്റ്സ് ആണ് പ്രഭു പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ അമ്പ് ഭഗവാൻ അയച്ചതിന് ശേഷം ഭീമനെ പോയി എടുക്കാൻ പറഞ്ഞു. രണ്ടാമത്തത് അർജുനനെ, മൂന്നാമത്തത് നകുലൻ, പിന്നെ സഹദേവൻ എന്നിങ്ങനെയാണ്. അതില് ഒരു പഞ്ചപാണ്ഡവരിൽ ഒരാൾ പോയ ഒരു സ്ഥലത്ത് ഒരു കിളി നന്നായി പാട്ട് പാടുകയും വായിക്കകത്ത് ഒരു മുയലിനെ അത് അകത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കഥയാണ്. അപ്പൊ അത് കലിയുഗത്തിലെ സിംറ്റംസ് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാര് വേറൊരു രീതിയിൽ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തത്വമാണ് പ്രഭു പറഞ്ഞത്. അത് വളരെ കറക്റ്റാണ്. കാരണം നമുക്ക് ഈവൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് കൂടി ഒരുപാട് സംഘടനകളും കാര്യങ്ങളും ഉണ്ട് എങ്കിലും നമ്മൾ അതിനകത്ത് കയറി ഉള്ളിലോട്ട് പോകുമ്പോൾ പലപ്പോഴും ആ സ്വീറ്റ്നെസ് വെളിയിൽ മാത്രമേ ഉള്ളൂ, അകത്ത് സ്പിരിച്വാലിറ്റി ഒന്നുമില്ല. പകരം അവരുടേതായ കുറെ തത്വശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരിയായ സ്പിരിച്വാലിറ്റി അവർക്കും വേണ്ട, ആർക്കും വേണ്ട. പോരാഞ്ഞിട്ട് അത്യാവശ്യം പണവും നമ്മളിൽ നിന്ന് ചാർജ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഞാനൊരു സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള ഒരാളെ കാണാൻ പോയിരുന്നു ഒരു കാലത്ത്. അപ്പൊ അദ്ദേഹം അവിടെ റിസപ്ഷനിൽ അവർ പറഞ്ഞത് ഇത്ര രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്ത് ദർശനം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുമെങ്കിലും അണ്ടർഗ്രൗണ്ടിലൂടെ സ്പിരിച്വാലിറ്റി അല്ല, പണം സമ്പാദനം അടക്കമുള്ള സ്പിരിച്വൽ സംഘടനകൾ ഒരുപാട് ഈ ലോകത്തുണ്ട്. അപ്പൊ അത് ഒന്നാമത്തെ കഥയുടെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥയാണ്, കലിയുഗത്തിൽ നടക്കുന്ന സംഭവമാണ്. രണ്ടാമത്തെ കഥയിൽ പ്രഭു പറഞ്ഞത് ഭീമനാണെന്ന് തോന്നുന്നു. പോയപ്പോൾ ആ അമ്പ് എടുക്കാൻ പോയ സ്ഥലത്ത് 4 ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വെള്ളം ഉള്ള സ്ഥലത്ത് ഒരു കിണറിൽ ഒട്ടും വെള്ളമില്ല എന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റാണ് പ്രഭു. കലിയുഗത്തിലെ ആൾക്കാർക്ക് ഫാമിലിയുടെ കാര്യം നോക്കാൻ സമയമുണ്ട്, നാട്ടിന്റെ കാര്യം നോക്കാൻ സമയമുണ്ട്, പിന്നെ രാജ്യത്തിന് വേണ്ടി ഓടി നടക്കാൻ സമയമുണ്ട്. എന്നാൽ സ്വന്തമായിട്ട് ആത്മീയ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉള്ള കാര്യത്തിന് വേണ്ടി ഒരു ആത്മഗവേഷണം നടത്താൻ ആർക്കും ഒരു തുള്ളി സമയം പോലുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്നാൽ മരണത്തോടു കൂടി ഇവർ ഇത്രയും കാലം ഏർപ്പെട്ട ഒരു കാര്യവും അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം അവർക്ക് വേണ്ടി ഒരു തുള്ളി സമയം പോലും ചെലവാക്കാൻ അവർ തയ്യാറായില്ല. അത് രണ്ടാമത്തെ കഥയെ സപ്പോർട്ട് ചെയ്യുന്ന കലിയുഗത്തിലെ സിസ്റ്റമാണ്. ഭക്തി കാര്യങ്ങളിൽ ആർക്കും താല്പര്യമില്ല, അവരുടെ കാര്യം. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പ്രഭു പറഞ്ഞത് അമ്മ പശു. അത് വളരെ ഊട്ടി വിടുന്ന എന്നുള്ളത് സ്നേഹപൂർവ്വം സ്വന്തം മക്കളുടെ വായിൽ തിരി കയറ്റുമ്പോൾ അത് ജന്മം അവർക്ക് വീണ്ടും ക്ലിയറില്ല പ്രഭു. നഷ്ടപ്പെടട്ടെ എന്നുള്ള രീതിയിൽ പിള്ളേരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. പിന്നാലെ വിപരീത ബുദ്ധി. സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെങ്കിലും അത് ദ്രോഹമാണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. അത് വളരെ വേദനാജനകമായ പ്രഭുവിന്റെ മൂന്നാമത്തെ കഥ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. പ്രഭു പറഞ്ഞത് വലിയ ഒരു പാറകഷണം മലമുകളിൽ നിന്ന് ഉരുണ്ട് വരുന്നു. ഒരു വൃക്ഷത്തിനും അതിനെ പിടിച്ച് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. എന്നാൽ അവസാനം അത് ഒരു ചെറിയ ചെടിയിൽ തട്ടി അത് നിന്നു പോകുന്നു. വലിയ പാറകഷണമാണെങ്കിലും ചെടിയിൽ തട്ടി നിന്നു പോകുന്നു. അതിലേക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത താന്തോന്നിയായ തലതിരിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ആൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർ ഉടനെ പറയും, ഇവനെ പിടിച്ച് ഉടനെ കെട്ടിച്ചു വിടണം. എന്നാല് ഭാര്യയുടെ കയ്യിൽ ഒതുങ്ങുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ ഭാര്യയുടെ കയ്യിൽ ഒതുങ്ങാത്ത, ആരിലും ഒതുങ്ങാത്ത, തോന്നിയാശയായി നടക്കുന്ന പല കൊള്ളരുതാത്ത ആൾക്കാരും എപ്പോഴാണോ ആത്മഗവേഷണത്തിലേക്ക് തിരിയുന്നത്, എപ്പോഴാണോ ഭഗവാനിലേക്ക് തിരിയുന്നത്, അപ്പൊ തന്നെ അവരുടെ സാധാരണ സ്വഭാവം മൊത്തത്തിൽ മാറുകയാണ്. ഭാവം മാറണമെങ്കിൽ രൂപം തിരിച്ചറിയണം.
നമ്മുടെ സ്വരൂപ അവസ്ഥ എന്ന് പറയുന്നത് കൃഷ്ണേന നിത്യദാസ എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപം. അപ്പൊ സ്വരൂപാവസ്ഥ തിരിച്ചറിഞ്ഞാൽ മാത്രമേ സ്വഭാവം മാറത്തുള്ളൂ. സ്വരൂപാവസ്ഥ അറിഞ്ഞ ഏതൊരു വ്യക്തിക്കും സ്വഭാവം മാറുന്നതാണ്. ഉദാഹരണത്തിന് സ്വന്തം അച്ഛനും അമ്മയും വളർത്തിയെങ്കിലും ഒരു കാലത്ത് ആ കുട്ടി തിരിച്ചറിയുന്നു ഈ വളർത്തിയ അച്ഛനും അമ്മയല്ലേ എന്റെ യഥാർത്ഥ അമ്മ, ഇവര് വളർത്ത അച്ഛനും അമ്മയും മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ഉടനെ തന്നെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. കാരണം ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഇവരാണ് എന്റെ അച്ഛനമ്മയാണ്, എന്നാൽ എന്റെ യഥാർത്ഥ അച്ഛനമ്മ ഇവരല്ലല്ലോ എന്ന് തിരിച്ചറിയുന്ന വ്യക്തിയുടെ സ്വഭാവം ഇന്നലെയുള്ളതുപോലെ ആയിരിക്കില്ല. എന്നതുപോലെ സ്വരൂപം തിരിച്ചറിഞ്ഞാൽ മാത്രമേ സ്വഭാവം മാറത്തുള്ളൂ. സ്വഭാവം മാറണമെങ്കിൽ സ്വരൂപം തിരിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരെയും സ്വരൂപ എന്ന് പറയുന്നത് ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ശരിക്കും നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യദാസൻ എന്നുള്ളതാണ്. ഇത് ആരാണോ ഉള്ളതെറ്റ് മനസ്സിലാക്കിയത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇന്നലെ വരെയുള്ളതായിരിക്കില്ല അതിനുശേഷം. അപ്പൊ ആ ഒരു കഥയും പ്രഭു വളരെ നന്നായി പറഞ്ഞു. ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് പറയുന്നത് ഇങ്ങനെ നമ്മുടെ സ്വരൂപാവസ്ഥ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് ശ്രവിച്ചാൽ മാത്രം മതി. ഉദാഹരണത്തിന് ശ്രീമദ് ഭാഗവത്തിലെ ദശമസ്കന്ധത്തിലെ നമ്മുടെ വിപ്രപത്നികളുടെ സ്വഭാവത്തിനെ കുറിച്ച് ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. ആ ലീലയിൽ പറയുന്നതെന്ന് വെച്ചാല് ബ്രാഹ്മണന്മാര് ഭഗവാന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും 5 ഒരു സാധനവും കൊടുത്തില്ല. എന്നാല് ഭഗവാൻ കൃഷ്ണബലറാമിന് വിശക്കുന്നു എന്ന് ഈ ബ്രാഹ്മണ പത്നിമാരോട് പോയി പറയണം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ പത്നിമാര് കേട്ട പാതി കേൾക്കാത്ത പാതി ഭഗവാന് വേണ്ട എല്ലാ ഭക്ഷണവും കൊണ്ട് അവിടെ ഓടിയെത്തുകയാണ് ചെയ്തത്. അപ്പൊ പിന്നെ ഒരിക്കൽ ബ്രാഹ്മണന്മാര് മനസ്സിലാക്കുന്ന ഈ പത്നിമാർ ഇത് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ബ്രാഹ്മണന്മാര് ചിന്തിക്കുകയാണ്, ഇവര് ഞങ്ങളെപ്പോലെ ആരും പഠിച്ചിട്ടില്ല, വേദങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങളെപ്പോലെ വേദങ്ങൾ ഉരുവിട്ടിട്ടില്ല, ഞങ്ങളെടുക്കും പോലെ ക്ലാസ് എടുത്തിട്ടില്ല, എന്നിട്ടും കൂടി ഞങ്ങളുടെ ഭാര്യമാർക്ക് എങ്ങനെയാണ് ഇത്രയും ഭക്തി ഉണ്ടായത് എന്ന് അവർ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ അതിൽ പർപ്പട്ടില് നമ്മുടെ പ്രഭാതിന് ശിഷ്യന്മാര് പറയുന്നുണ്ട്, ആ ബ്രാഹ്മണന്മാരെ അറിഞ്ഞില്ല ഈ വിപ്രപത്നിമാര് ഗോപികമാരായിട്ടുള്ള ആൾക്കാര് അവിടെ സേവനത്തിന് വരുമ്പോൾ പൂ വിൽക്കാനും പാല് വിൽക്കാനും ഒക്കെ വരുമ്പോൾ അവരിൽ നിന്നും കൃഷ്ണനെ കുറിച്ച് ഈ ബ്രാഹ്മണ പത്നിമാർ കേട്ടിരുന്നു എന്നുള്ള കാര്യം ഈ ബ്രാഹ്മണന്മാർക്ക് അറിയില്ലായിരുന്നു എന്ന് പർപ്പട്ടിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരാണോ കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്ന മാത്രയിൽ തന്നെ അവർക്ക് ഭക്തി ഉണരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ശ്രീമദ് ഭാഗവതം ക്ലാസ് നടക്കുന്നത് ഇവിടെ ഡെയിലി നടത്തുന്നത് പ്രഭു ഇന്ന് ക്ലാസ് എടുത്ത പ്രഭുവിനെ പോലുള്ള വലിയ വലിയ റിയലൈസേഷനുള്ള ആൾക്കാരുടെ വ്യത്യസ്ത ക്ലാസ്സുകൾ കേൾക്കുവാൻ വേണം. അപ്പൊ അങ്ങനെ കേട്ട മാത്രയിൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ സ്വരൂപാവസ്ഥ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ സ്വഭാവങ്ങൾ മാറുകയും ചെയ്യത്തുള്ളൂ. താങ്ക് യു പ്രഭുജി, വളരെ ഗംഭീരമായ ക്ലാസ് നടത്തിയതിന് വളരെ നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ജയ് ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ദർശനമാണ്. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ദർശനം കിട്ടിയല്ലോ, കാണുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കണ്ടു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാതാജി.